ഇവിടുത്തെ സൂപ്പർ താരങ്ങൾ അഭിനയിച്ച സിനിമയെ 8 നിലയിൽ പൊട്ടും. പിന്നെയാണോ ഈ മനുഷ്യനൊരു സന്തോഷ് പണ്ഡിറ്റിനെ വെച്ചെടുത്ത പടം വിജയിക്കുന്നു ഞാൻ എങ്ങനെ പറയും? ഉളുപ്പുണ്ടെങ്കിൽ കാണണ്ട എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ 100 കോടിയാണ് നിങ്ങളവിടെ വെളുപ്പിച്ചത്. 50 കോടി കിട്ടിയ പടത്തിന് 150 കോടി കിട്ടി എന്ന് പറയുമ്പോൾ ഇനിയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാൻ കുറച്ച് ഈസി ആണെന്നല്ലേ പറയുന്നത്? ഞാൻ അംബാനിയുടെ മോനൊന്നുമല്ലല്ലോ, എനിക്ക് അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റില്ല. കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗമാണ് ഈ മട്ടാഞ്ചേരി മാഫിയ. 5000 കോടിയുടെ കഞ്ചാവ് പിടിച്ചതാണ് ഇതിൻ്റെ ബേസ്. ഇവർ ചെയ്യുന്ന ഒരു കാര്യം ഈ കള്ളപ്പണം വെളുപ്പിക്കുക. അതെ, ഇതാണ് സെക്കൻഡ്. അല്ലാതെ വെറും കഥ കൊണ്ടോ ആര് ചെയ്യുന്നത്? മട്ടാഞ്ചേരി മാഫിയയിലേക്ക് വരികയാണ്. അപ്പം നിങ്ങൾക്കത് ഈസി അറിയാൻ പറ്റും. ഇവർ ചെയ്യുന്നൊരു കാര്യമാണ്, അതായത് നമുക്കിപ്പോൾ നോട്ട് നിരോധനം വന്നതിന് ശേഷം പലപ്പോഴും കാരണം ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന പണമൊന്നും നമുക്ക് പിന്നീട് കിട്ടിയില്ല അല്ല, അങ്ങനെ ഞങ്ങളിൽ കള്ളപ്പണമുണ്ട്, നിങ്ങൾക്കത് നിങ്ങൾ ബാങ്കിലിട്ട് മാറ്റാം, എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുന്ന ഗതികൾ. അപ്പം അങ്ങനെ കുറേ പേർക്ക് പൈസ പോയി ഇങ്ങനെ വന്നു. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ കള്ളപ്പണം വെളുപ്പിക്കുക എന്നൊരു ചോദ്യം അവിടെ ഒബ്വിയസ്ലി വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇപ്പം ഞാൻ ഒരു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു നടനാണ്, അല്ലെങ്കിൽ ഒരു നിർമ്മാതാവാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നു, സർ എനിക്കൊരു 50 കോടി വെളുപ്പിക്കണം. ഓക്കെ, ഞാനത് ചെയ്തുതരാം. അപ്പോൾ കാണുന്നവർ ചോദിക്കും, അങ്ങനെ അപ്പോൾ അതെങ്ങനെ വെളുപ്പിക്കാൻ പറ്റും? കാരണം നിങ്ങളും ഞാനും തമ്മിലൊരു എഗ്രിമെൻറ്റ്, ഇതൊന്ന് കിട്ടുന്ന ലാഭം കിട്ടിയാൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം തരണം. അപ്പോൾ എൻ്റെ ബുദ്ധി എന്താണ്? വേണ്ട, ഒരു 10 കോടിയാണെന്ന് വിചാരിച്ചു. നിങ്ങൾ 10 കോടി കൂടെ എൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ പറയും, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നൊരു പടമുണ്ട്, 30 കോടിയാണ്. അപ്പോൾ അതിൻ്റെ 1/3 നിങ്ങൾ ഇറക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പൈസ ഇറക്കായിരിക്കും പറഞ്ഞില്ല. ഞാൻ ഇപ്പോൾ 5 കോടി വാങ്ങുന്ന സൂപ്പർ സ്റ്റാറാണ്, ശരി. അപ്പോൾ ഒരു 5 കോടി അതും എൻ്റെ 5 കോടി, അങ്ങനെ 10 കോടി ആയിക്കോട്ടെ. ഈ വരുന്നവനെ പിന്നെ മണ്ണും പിണ്ണാക്ക് അറിയാത്തവനാണ്, എന്നോട് എന്ത് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കും. വേറെ വരെ ആയിക്കോട്ടെ. അപ്പോൾ 1/3 ചേട്ടനെ തരും. ഇനിയാണ് ഗെയിം. ഞാൻ ഈ 10 കോടിക്ക് അവിടെ പടം തീർക്കുന്നത്. നിങ്ങൾ തരുന്ന 10 കോടിക്കാണ് ഞാൻ ഈ മൊത്തം സിനിമ തീർക്കുന്നത്. വളരെ വിദഗ്ധമായി വരുന്ന ആളുകളെ കൊണ്ട് ബ്ലാങ്ക് സൈൻ ചെയ്യിപ്പിക്കും. ഇയാൾക്ക് പ്രൂവ് കൊടുക്കണമല്ലോ, കാര്യം വിവരം കെട്ടവനാണെങ്കിലും ആ വിവരം കെട്ടവനെന്ന് പറ്റിക്കണമല്ലോ. അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? നിങ്ങൾ എൻ്റെ സിനിമയിൽ വരുന്നു, നിങ്ങൾക്ക് ഞാൻ 500 രൂപ തരുന്നു, മാഡം സൈൻ ചെയ്ത് നോക്കിയുള്ളൂ. അല്ല, ഇതിൽ പൈസ എഴുതിയില്ല. നിങ്ങളോട് പറഞ്ഞ 500 രൂപ കിട്ടിയോ നോക്കിയാൽ പോരെ. ഓ അതുണ്ട്, നിങ്ങൾ പോകാൻ ശേഷം ഞാൻ 5000 നോക്കും. ഒരു സാധ്യതയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു? കൃത്യമായി ഇയാൾക്ക്, ചേട്ടാ 30, നിങ്ങൾക്ക് അന്നൊരു ചോദ്യം ഉണ്ടായില്ലേ, 30 കോടി എങ്ങനെ വരും? ഇതാ ചേട്ടൻ തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇയാൾ എല്ലാം എടുത്ത് കൂട്ടി പരിശോധിച്ച് കഴിഞ്ഞാൽ 30 കോടി ഓക്കെയാണേ. ഇയാളെ പൈസയ്ക്കായി സിനിമ ചെയ്യുന്നത്. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ചെയ്ത സിനിമയാണ്. മാക്സിമം ഈ മനുഷ്യൻ്റെ പേര് ആ സിനിമ എവിടെയെങ്കിലും ഒരു അടിയിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ABCD ഏതെങ്കിലും ഒരു രീതിയിൽ ഉൾപ്പെടുത്തുന്നു. ഈ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് പടം മൊത്തം പോയതെന്ന്. ഇനി അടുത്ത ഗെയിം, നിങ്ങൾ സിനിമ അല്ല അതും കൂടെ കാണണമല്ലോ. നിങ്ങൾ ചോദിച്ചില്ല എന്തുകൊണ്ട് അത് അപകടമാണെന്ന് നിങ്ങൾക്ക് തോന്നിയത് എൻ്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. എനിക്ക് അപകടമായി തോന്നിയിട്ടൊന്നുമില്ല. ജനങ്ങൾക്ക് ചിന്തിക്കാവുന്ന വിഷയമാണ്. ഇത് കളിയൊന്നും ഇവർ കളിച്ചിട്ടില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ ഫ്രോഡ് കളി കളിച്ചിട്ടില്ല. ഇനി ഈ സിനിമയ്ക്ക് ആകെ 8 നിലയെ പൊട്ടിയെന്ന് കരുതിക്കും. അപ്പോൾ എനിക്ക് ആക്ച്വലി എൻ്റെ 5 കോടി ഓൾറെഡി നേരത്തെ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ട്, പക്ഷേ ഞാനാണ് നിർമ്മാതാവ്. അപ്പോൾ ആകെ 10 കോടിയാണ് കിട്ടുന്നത്. അതായത് പല റൈറ്റ്സൊക്കെ വിറ്റ് പടം അധികം പോയില്ല. അപ്പോൾ ഈ മനുഷ്യന് സ്വാഭാവികമായിട്ടും ഒരു 3 കോടി സംതിങ് കൊടുക്കാനുണ്ട്. അവിടെയാണ് അടുത്ത കളി. നമുക്ക് പരിചയമുള്ള തിയേറ്ററുകാരാണെങ്കിൽ DCR 3 തരം ഉണ്ടാക്കാം. ഡെയിലി കളക്ഷൻ ബാറ്റ ഇത് വരുന്ന 3 തരത്തിലുണ്ടാക്കാം. ഒന്ന് ഒറിജിനൽ കറക്റ്റ്, അതായത് ഇവിടെ എത്ര കോടി വന്നു ചേട്ടാ ഇത്ര നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയൊന്നും സാധാരണ തിയേറ്ററുകാർ ചെയ്യാറില്ല. ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ സ്വന്തം തിയേറ്റർ ആണെങ്കിലും ഇയാളോട് പറയുന്നത് 10 കോടിയൊന്നും വന്നില്ല, 3 കോടിയേ വന്നുള്ളൂ. അയാൾ അവിടെ പോയി നോക്കിയാലും അയാൾക്ക് വേണ്ടി വേറൊരു DCR ഉണ്ടാക്കാം. അല്ലെങ്കിൽ തിയേറ്ററുകാരൻ കറക്റ്റ് തന്നതാണ്, ഞാനെന്ത് ചെയ്യുന്നു ഇയാൾക്ക് വേണ്ടി വേറൊന്നും ഉണ്ടാക്കും. ഈ നിർമ്മാതാവെന്ന് പറഞ്ഞ മനുഷ്യന് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് വിവരമില്ല. ഞാൻ കൊടുക്കുന്നത് തന്നെയാണ് ഇയാൾക്കിത്. ഞാൻ പറഞ്ഞു മനസ്സിലായി. തിയേറ്ററുകാരൻ കറക്റ്റായിട്ടാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഞാനെന്ത് ചെയ്യുന്നു അതെല്ലാം വെച്ചിട്ട് ഇവിടെ ഫോട്ടോഷോപ്പിൽ അതിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് തിയേറ്ററുകാരൻ്റെ പേര് വെച്ച് കൊടുക്കും. അപ്പോൾ ഇയാൾ കൗണ്ടർ ചെക്ക് ചെയ്യണം, ചേട്ടാ ഇത് ശരിയാണോ? അപ്പം അത്രയ്ക്കുള്ള വിവരമൊക്കെ വേണം ഈ നിർമ്മാതാവ് എന്ന് പറഞ്ഞ മനുഷ്യന്. അത്രയ്ക്കുള്ള വിവരമില്ല എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ആകെ 3 കോടിയാവുന്നു, എന്നാൽ 3 കോടിൻ്റെ 1 കോടി തന്നൂടെ? ഇയാൾ ചോദിക്കും. തരാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പോസ്റ്റർ ഒട്ടിച്ചു, അതിന് പൈസ ആവില്ലേ. ഇനി
പോസ്റ്റർ ഒട്ടിച്ചതിൻ്റെയും പോസ്റ്റർ ഉണ്ടാക്കിയതിൻ്റെയും കണക്ക് ഇയാൾക്ക് ഞാൻ കൊടുക്കുകയാണ്. 1 കോടിയുടെ ചിലവ് ഞാൻ ചിലപ്പോൾ വരുത്തിയിട്ടുണ്ടാവും. അവരിൽ നിന്നല്ല, ഞാൻ വിദഗ്ധമായി ചേട്ടാ അതെ 40 ലക്ഷം എന്നുള്ള ഒന്ന് കൂട്ടിത്തരും, 80 ലക്ഷം ആക്കി തരും. അപ്പോൾ ഇയാൾക്ക് ഞാൻ 3 കോടീൻ്റെ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ 4 കോടീൻ്റെ കൊടുത്തു. അപ്പോൾ കണക്കൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരു 50 ലക്ഷം കൂടെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഉണ്ടാവും. പാവം നിർമ്മാതാവ് ഓടി രക്ഷപ്പെടും. എനിക്കൊന്നും വേണ്ട. എൻ്റെ 10 കോടിയും പോയി, കിട്ടിയതുമില്ല. ഓപ്ഷൻ എ ആണ് നിങ്ങൾ കേട്ടത്. ഈ സിനിമ അബദ്ധത്തിൽ ഹിറ്റായി എന്ന് കരുതിക്കോ, അവിടെയാണ് ഈ അടി തുടങ്ങുക. അപ്പോൾ പറയാൻ പറ്റില്ല ഒന്നും കിട്ടിയില്ല. അപ്പോൾ അയാൾ ചോദിക്കും ഞാൻ പോയപ്പോൾ 7-ാം ദിവസം അവിടെ ഹൗസ്ഫുള്ളായിരുന്നല്ലോ, ഇതെങ്ങനെ അവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊട്ടിയ പടത്തിനല്ലേ ഒരു മനുഷ്യനെ വിഡ്ഢിയാക്കാൻ പറ്റും, ഹിറ്റാൻ മതിയും. അപ്പോഴാണ് ഈ പടത്തിന് 200 കോടി 100 കോടി കിട്ടി, തീർന്നു. അപ്പോൾ ഇയാൾക്ക് 33 കോടി കൊടുക്കണം. എന്നാലും 65 കോടി എനിക്ക് കിട്ടുന്നോന്നല്ല, ഈ 33 കോടി എങ്ങനെ അടിച്ചു മാറ്റാം? അല്ല 100 കോടി ലാഭം കിട്ടിയാൽ യഥാർത്ഥത്തിൽ 1 രൂപ പോലും മുടക്കാതെയാണ് എനിക്ക് 67 കിട്ടുന്നത്. വിഷയം എനിക്ക് കിട്ടിയ 67 ഈ 33 ഈ മനുഷ്യനെ എങ്ങനെ വിഡ്ഢിയാക്കാം? അപ്പം നമ്മൾ അയാളോട് പറയും ചേട്ടാ 100 കോടി കിട്ടിയെന്ന് പറഞ്ഞാൽ ശരിയല്ല, ഒന്നെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ അയാൾ പറയും അത് ശരിയാണ്, ഞാൻ അവിടെ പോയി, കാരണം വിജയിക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും ഉനക്ക് പോയി നോക്കൂ, എന്നോട് ആ തിയേറ്ററുകാരൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എത്ര കിട്ടിയെന്ന്, അവിടെ നിന്ന് കിട്ടിയ 60 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അയാൾ ഇങ്ങോട്ട് കണക്ക് എന്നാൽ എന്ത് ചെയ്യും? കിട്ടും. പോയി പണി നോക്കി, നിനക്ക് തരാൻ മനസ്സില്ല, നീ കിട്ടുന്നോർന്ന് മേടിച്ചോ, നല്ല ഇടി തരും എന്നൊക്കെ പറയാം. ഇയാൾ എന്ത് ചെയ്യും? നിങ്ങൾ ചോദിക്കും അയാൾക്ക് അല്ല ആദ്യം ഒരു എഗ്രിമെൻ്റ് ഉണ്ടല്ലോ, ഇയാൾക്ക് കോടതിയിൽ വെക്കൂടെ? ഞാൻ പറയും ഇയാൾക്ക് കിട്ടിയ, ഇയാൾ ഫസ്റ്റ് മുടക്കിയ 10 കോടി എന്ന് പറയുന്നത് ചിലപ്പോൾ മരത്തോര കള്ളക്കടത്ത് കിട്ടിയ പൈസയോ അല്ലെങ്കിൽ കഞ്ചാവ് ഇവിടെ വിറ്റ് കിട്ടിയ പൈസ ആയിരിക്കും. കോടതി ചോദിക്കാൻ നിനക്ക് എവിടുന്നാണ് 10 കോടി കിട്ടിയത്? സോഴ്സ് കാണിക്കാൻ പറ്റാത്ത പൈസകളായിരിക്കും ആണെങ്കിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ തലയിൽ കുറച്ച് കൂട്ടിരും, നല്ല ഇടി തരുമെന്ന് പറഞ്ഞാൽ അയാൾ അത് കിട്ടുകൊണ്ടിരും, ഇയാളെ പൈസ പോയി കിട്ടിയേ മനസ്സിലും. ഇനി അതല്ല, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്, നിങ്ങൾ ഇന്നലെ വരെ ടാക്സ് കൊടുത്ത പൈസയാണ്, നിങ്ങൾ പറയും തരില്ല അല്ലേ, എൻ്റെ അടുത്തുകൊണ്ടാ നീയൊക്കെ അന്ന് സൈൻ ചെയ്തു, അല്ല കേസ് ഫയൽ ചെയ്യും. ഇങ്ങനെ കേസ് ഫയൽ ചെയ്യുമ്പോഴാണ് അബദ്ധത്തിൽ ചില ന്യൂസൊക്കെ നിങ്ങൾ കാണുന്നത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറെ പറ്റിച്ചു, അപ്പം നിങ്ങളെല്ലാം ഇതിൻ്റെ നിർമ്മാതാവ് ഇയാളല്ലേ എന്ന് പറയുമ്പോഴാണ് ഇത് വരുന്നത്. ഓക്കെ, അത് അവർ തമ്മിലുള്ള വിഷയമാണ്, അവരെങ്ങനെയോ ചെയ്യട്ടെ. ഇതും സന്തോഷ് പണ്ഡിറ്റിൻ്റെയോ കേൾക്കുന്ന ഒരു വിഷയമല്ല, നമ്മളെ വിഷയം എന്ന് പറയും. ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞാൽ അന്ന് ഇത്രയും പറഞ്ഞത് ഈ ഇത്രയും വിഷയത്തിലല്ല. അപ്പോൾ അത് ഞാൻ പ്രേക്ഷകർക്ക് ഇതെങ്ങനെയാണ്. പിന്നെ ഒരു കാര്യം കൂടി ഇവർക്ക് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ചില സെൻറ്ററുകളിൽ അത് നമ്മളെ സെൻറ്ററായിരിക്കണം, ഒരു ഗെയിം കളിക്കാം. ആകെ 300 സീറ്റുണ്ട് കേട്ടോ. ആദ്യത്തെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു, പിന്നെ 2-3 ആഴ്ച ആൾ പറയാം. അപ്പോൾ 10 ആളേ ഉള്ളൂ ഇന്ന് ഇതിനെ. ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഇത് കൊടുക്കുന്നു, ചുമ്മാ കുത്തി 300 ഹൗസ്ഫുൾ. അപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾ എത്ര പൈസ വൈറ്റ് മണിയായി? ഞാൻ എങ്ങനെയോ പൈസ ഉണ്ടാക്കി, ഇനി കഞ്ചാവ് വിറ്റിട്ടോ. ഞാൻ പറയുന്നത് നമ്മൾ അതും കൂടെ ചിന്തിക്കണമല്ലോ. ഇവിടെ കഞ്ചാവ് MDMA എന്ന് പറയുന്നത്, അതിൽ കിട്ടുന്ന കോടികൾ ഇവരെന്ത് ചെയ്തു? ഇപ്പം നമ്മൾ എയർപോർട്ടിലൂടെ വന്ന് ഈ പൈസ ഇതെങ്ങനെയൊന്നും പുറത്തേക്ക് ഇറക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ സ്വന്തം തിയേറ്റർ ആണെങ്കിൽ നമുക്കൊരു ഗെയിമിന് വകയുണ്ട്. ഇത്രയും ഇത് നമ്മൾ തന്നെ കുത്തുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു മനസ്സിലായോ, ഒറ്റ തിയേറ്ററിൽ തന്നെ നമുക്ക് ഒരാഴ്ച കൊണ്ട് കുറേ ലക്ഷങ്ങൾ നമുക്ക്. ആരെങ്കിലും ചോദിച്ചാൽ ചേട്ടാ ഇത് വന്നതാണ്, ഇതിന് തെളിവില്ല, അതിൻ്റെ ടാക്സ് ഓക്കെ 18% കൊടുത്തു, എൻ്റെ സ്വന്തം തിയേറ്റർ അതും കിട്ടി, ഇവിടുന്ന് കിട്ടി. OTTയിലൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ സിനിമയ്ക്ക് എത്ര കളക്ഷൻ വന്നു, അയാൾ നമുക്ക് എനിക്ക് പരിശോധിക്കണം, ചേട്ടാ പോയി പരിശോധിച്ചോ. അപ്പോൾ അവിടുന്ന് കൂടുതൽ പൈസ ഒപ്പിക്കാനായി. ആരെങ്കിലും ചോദിച്ചാൽ നടന്മാർക്ക് എൻ്റെ പടം 200 കോടി 300 കോടി എന്ന് പറയാം. ഇത് അടുത്ത ഗെയിം, മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാം. ഇത് കുറച്ചുകൂടെ ഈ മട്ടാഞ്ചേരി മാഫിയ ചെയ്യുന്നുണ്ടോ എന്നുള്ള ED ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ കേസല്ല. ഞാൻ ED ഒക്കെ വന്നതിന് ശേഷമാണ് സന്തോഷ് പണ്ഡിറ്റിനെ വന്നത്. ഞാൻ തെറ്റിദ്ധരിക്കേണ്ട, സന്തോഷ് പണ്ഡിറ്റ് ആണോ പണിതെന്ന്. ഞാനൊന്നും പണിതില്ല. അതൊക്കെ മാത്രമല്ല, അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, ടെൻഷൻ. ഒരു കള്ളനെയല്ലേ പോലീസിനെ പിടിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലേ? ഒരു നന്നായി വരുന്നൊരു വ്യക്തിക്കെതിരെ ഒരു കേസ് വരുന്നു, അയ്യോ ചേട്ടാ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പ്രൂവ് ചെയ്യാം, കോൺഫിഡൻസോടെ അല്ലേ പറയുന്നത്. നമ്മൾ അന്നത്തെ വിഷയം ഇതായിരുന്നില്ല. വിഷയം മട്ടാഞ്ചേരി മാഫിയയുടെ സിനിമകളുടെ ത്രെഡാണ്. അവർ പലപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ നായർ, നമ്പൂതിരി, മേനോൻ ഈ വിഭാഗത്തെ വളരെ മോശമാക്കി, അതായത് ഇവരുടെ വില്ലന്മാർ എന്ന് പറഞ്ഞാൽ കറുപ്പെടുത്ത ആൾക്കാരായിരിക്കും, ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ, ഞാൻ സിനിമകളുടെ പേര് പറയുന്നില്ല, അത് ഈ പരിപാടി കാണുന്നവർ മനസ്സിലാക്കാം. പക്ഷേ അവിടെയും ഞാൻ പറഞ്ഞ എന്താണ്, നിങ്ങളുടെ നിർമ്മാതാവാണെങ്കിൽ
ഞാൻ ഒരു നിർമ്മാതാവാണെങ്കിൽ എൻ്റെ ഐഡിയയിലുള്ളതാണ് ഞാൻ ചെയ്യുക. ഞാൻ പറയുകയാണ്, എനിക്ക് എൻ്റെ സിനിമയിൽ എല്ലാവരും എക്സ് നട മതത്തിലുള്ളവർ വേണം, എനിക്ക് വൈ നടന്ന രാഷ്ട്രീയ പാർട്ടി ഇഷ്ടമല്ല, എൻ്റെ എല്ലാ സിനിമയിലും വൈകിട്ട് പണിയുന്നു, പ്രകടമായി തന്നെ പണിയുന്നു, എൻ്റെ പൈസ അല്ലേ, ഇന്ന കഥ തന്നെ പറയണമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ, അത് നമ്മൾ വിട്ടു. അപ്പോൾ ഞങ്ങളുടെ എല്ലാ സിനിമകളിലും ഇങ്ങനെ ചില പർട്ടിക്കുലർ നടന്മാരേ പാടുള്ളൂ, ചില അവരുടെ ജാതി മതവും രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഞങ്ങളുടെ സിനിമകളിൽ എന്നും സവർണന്മാരാണ് വില്ലന്മാരായി വരുന്നത്. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത്. തെറ്റാന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞു അവർക്ക് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെങ്കിൽ ആ സിനിമ കാണണോ കാണണ്ടേ എന്ന് സവർണർക്ക് തീരുമാനിക്കാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മുഴുവൻ കണ്ടത് തന്നെ ഞാൻ അതല്ലേ പറഞ്ഞത്. അവർക്ക് അതിനുള്ള റൈറ്റ് ഇന്ത്യയിലുണ്ട്. നായർ, നമ്പൂതിരി, അയ്യർ ഇങ്ങനെയുള്ള ഹയർ കാസ്റ്റുകാർക്ക് അവരെ മോശമാക്കിക്കൊണ്ട് ഒരു സിനിമ 2 സിനിമ ഓക്കെയാണ്, ഇത് എല്ലാ സിനിമയിലും ഇത് തന്നെ വരിക, അവരെ വളരെ മോശമാക്കിക്കൊണ്ടുള്ള ഡയലോഗുകൾ വരിക, അങ്ങനെ വരുന്ന അത് അവരെ സ്വാതന്ത്ര്യമാണ്. ഇത് കാണണ്ടാന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഉളുപ്പുണ്ടെങ്കിൽ കാണണ്ട എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് ഇത് എങ്ങനെയാണ് ഇപ്പോൾ നമുക്കിതൊരു മട്ടാഞ്ചേരി മാഫിയയുടെ സിനിമയാണെന്നറിയാം. ഞാൻ പറഞ്ഞു അതിൻ്റെ കണ്ടന്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലെ കണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. യെസ്, കഥ എന്ന് പറഞ്ഞാൽ തെറ്റിയ രക്ഷപ്പെടലാണ്. കഥ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റിനെ ജനറലൈസ് ചെയ്യലായിരിക്കും. ഒന്ന്, ഇടയ്ക്കിടയ്ക്ക് മദ്യവും കഞ്ചാവും പ്രധാനമാണ്. കാരണം അതിൻ്റെ സംവിധായകനെ കഞ്ചാവ് വിറ്റിട്ടും കൂടിയാണ് അവനെ ഇടയിൽ കൂടെ ജീവിക്കുന്നത്. അപ്പോൾ അവനെ കഞ്ചാവിനെ, അപ്പോൾ അതിലെ നായികയായാലും നായകനായാലും ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, കഞ്ചാവ് അടിക്കുന്നതിൽ ഇപ്പം എന്താ തെറ്റ് എന്നുള്ള ഒരു ഡയലോഗ് വരണം. അതായത് കേൾക്കുന്നവർക്ക് പറയുമ്പോൾ നമ്മളെ സൂപ്പർ സ്റ്റാറിനെ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ വന്നു. പിന്നെ ചില സൂപ്പർ സ്റ്റാറുകൾ ചിലപ്പോൾ ഇതിലൊക്കെ അറിഞ്ഞോ അറിയാതെയോ തലവെക്കുന്നുണ്ടാവും. അതായത് നക്സലുകൾ നല്ലവരാണ് എന്ന രീതിയിൽ, നക്സലിസം എന്നൊക്കെ പറയുന്നൊക്കെ ഒരു മാവോയിസ്റ്റുകൾ നല്ലവരാണെന്നുള്ളതൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോവാണ്. പക്ഷെ നമ്മൾ വളരെ നിഷ്കളങ്കരാണ്. നമ്മൾ ചില സൂപ്പർ താരങ്ങൾ നല്ല കഥയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിനയിക്കാൻ എന്ത് വേണം, അവർക്ക് ആ റീച്ച് കിട്ടി. പിന്നെ ചില ആളുകൾ പൈസ മുടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനല്ല അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് മട്ടാഞ്ചേരി മാഫിയയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടോട്ടലി 3 കൂടെ ചിന്തിക്കുകയാണെങ്കിൽ കുറച്ച് ഡേഞ്ചർ ഇതാണ്. അവരുടെ ഡേഞ്ചർ എന്നൊന്നും ഞാൻ അങ്ങനത്തെ പദങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗമാണ് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന്. കമ്പയർ ചെയ്ത് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഇങ്ങനെ കുറച്ച് അവെയർ ചെയ്യേണ്ട ആളുകളാണ് എന്നുള്ളത് പറഞ്ഞു. കാരണം അല്ല രാഷ്ട്രത്തിന്റെ ഇതിനെ ബാധിക്കുന്നുണ്ട്. മനസ്സിലായി. അല്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം കഞ്ചാവൊന്നും ഇതൊന്നെല്ലാം വിറ്റ് കിട്ടുന്ന പണത്തെ നമ്മൾ വെള്ളപ്പണമാക്കുവാനായി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവർ ഈ പണം പിന്നീട് എന്തിനു യൂസ് ചെയ്യുന്നു? ഞാൻ പറഞ്ഞല്ലോ, ഇല്ലാത്ത അതിൻ്റെ തെളിവാണ്. നിങ്ങളുടെ സിനിമയ്ക്ക് ആകെ 50 കോടിയേ വന്നുള്ളൂ, നിങ്ങൾ 150 കോടി കിട്ടിയെന്ന് പറയുന്നു. അല്ല, ഞാൻ സിമ്പിളി ചോദിക്കുന്നു, ഈ 100 കോടിയാണ് നിങ്ങളവിടെ വെളുപ്പിച്ചത്. ഈ പരിപാടി കാണുന്നവരോട് ഞാൻ പറയുന്നത് 50 കോടി കിട്ടിയ പടത്തിന് 150 കോടി കിട്ടിയെന്ന് പറയുമ്പോൾ 100 കോടിയാണ് അവിടെ വെളുപ്പിച്ചിരിക്കുന്നത്. ഒരു ആളെ പേര് പറയുന്നില്ല, ഇവിടുത്തെ ഒരു ന്യൂ ജനറേഷൻ നടൻ്റെ ഒരു സിനിമ ചൈനയിൽ 23 കോടി കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിരിച്ചു പോകും. ശരിക്കും ചൈനയിൽ 23 കോടി, സൂപ്പർ സ്റ്റാറുകളുടെ പടത്തിന് പോലും ചൈനയിലൊന്നും അത്ര അങ്ങനെ വരുന്നില്ല. അപ്പോൾ എന്താണ്, ഇനി കേരളത്തിൽ കള്ളപ്പണം വെളുപ്പിച്ചാലേ പ്രശ്നമുള്ളൂ. ഞങ്ങൾ ചൈനയിൽ പോയി വെളുപ്പിക്കും. ചൈനയിൽ റിലീസ് പോലും ആവാത്ത പടത്തിന് ഇവിടുത്തെ ടാക്സ് കണക്ക് പ്രകാരം കൊടുത്തിരിക്കുകയാണ് 23 കോടി കിട്ടി. ഇതിനെങ്ങനെ കാണുന്നു? അപ്പം നിങ്ങൾ ചോദിക്കും, അല്ല അവൻ്റെ ഒരു 23 കോടി പോകുന്നതിൽ നമ്മളെന്തിനാ ടെൻഷൻ അടിക്കണം? നമ്മൾ ടെൻഷൻ അടിക്കണം. ഈ 23 കോടി ഇവൻ പിന്നീട് ആർക്കാണ് കൊടുക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ ഒന്നും കൂടെ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ഈ വിഷയങ്ങളുടെ വേറൊരു വിഷയമാണ് 5000 കോടിയുടെ കഞ്ചാവ് ഇവിടെ പിടിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ വന്ന് നമ്മളൊക്കെ ന്യൂസ് വായിച്ചിട്ടുണ്ട്, കപ്പൽ പിടിച്ചിരുന്നു. നമ്മുടെ കേരള തീരത്തുനിന്ന് പിടിച്ച 5000 കോടിയുടെ കഞ്ചാവ് പിടിച്ചതാണ് ഇതിൻ്റെ ബേസ്. അന്നത്തതിന് ശേഷമാണ് പണം വെളുപ്പിക്കാൻ കുറച്ചുകൂടെ സിനിമയെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒന്നും കൂടെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതാണ് ശരിക്കും ഇവിടുത്തെ ഇപ്പോൾ ഇത് നടക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കാം. സിനിമേൻ്റെ കഥയൊക്കെ പോട്ടെ, കള്ളപ്പണം വെളുപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം തുടക്കട്ടത് ഈ 5000 കോടിയാണ്. ഞാൻ ഏറ്റവും സിനിമ ചോദിക്കുന്നത് 5000 കോടി എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ ആർക്കൊക്കെയോ 5000 കുറേ കോടീശ്വരന്മാരെ പൈസ പോയില്ലേ? അല്ല, ഞാൻ ലോജിക്കാണ് ചോദിക്കുന്നത്. ഇപ്പോൾ അത് പിടിക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഡ്രൈവറെയോ ഒരു ലോറിയെ പിടിച്ചു, ആ ഡ്രൈവർ അറസ്റ്റ് ചെയ്തു, ആ ഡ്രൈവറതാണോ അതിനുള്ള ഇത്രയും സാധനങ്ങൾ? നിങ്ങളൊന്നും ലോജിക്കലി ചിന്തിക്കും. ഏതൊരു കോടീശ്വരൻ്റെ പൈസയല്ലേ ഈ പാവപ്പെട്ടവൻ അതിൻ്റെ ഇടയിൽ പെട്ടുപോയി, അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അവനെ അറിയില്ലായിരിക്കും ചിലപ്പോൾ, അല്ലേ?
എത്രയോ കോടികളുടെ സാധനം പിടിച്ചു. ആ ലോറി ഡ്രൈവർക്ക് അറിയണമെന്നുണ്ടോ അതിനുള്ളിൽ ഇന്നതാണ്? അവനോട് പറഞ്ഞേട്ടാ നീ ഇങ്ങോട്ട് ഇറക്കും, ചിലപ്പോൾ അവനറിയാം. പക്ഷേ നിങ്ങൾ ചാനലിലൊക്കെ ഇവൻ്റെ മുഖമാണ് വരുന്നത്, ഇവനെയാണ് പിടിച്ചിരിക്കുന്നത്, ഇവൻ ഇത്രയും കോടികളുടെ സാധനമായിട്ട് വന്നവനാണ്, ഇട ഭയങ്കര പാവം, ചിലപ്പോൾ പറഞ്ഞിട്ടേ ഉണ്ടാവില്ല. പക്ഷേ ഇത് ശരിക്കും കൊടുത്തു വിട്ടവൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്, മനസ്സിലായില്ലേ? അപ്പോൾ 5000 കോടിയുടെ കഞ്ചാവ് പിടിച്ചു എന്നുള്ള പഴയ ന്യൂസ് നിങ്ങളെല്ലാവരും അല്ലേ വായിച്ചതല്ലേ? നിങ്ങൾ ഇത്ര മാത്രം ചിന്തിക്കൂ, അതിൻ്റെ ഒറിജിനൽ ആൾ ഇതുവരെ പിടിച്ചിട്ടില്ല. 5000 എന്ന് പറയുമ്പോൾ ഒരാളായിരിക്കില്ല എടുത്തത്, പലരും ചേർന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൂട്ടി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ കുറേ പേരുടെ പൈസ പോയിട്ടുണ്ട്. അവർ വെറുതെ ഇരിക്കുമോ? ഓക്കെ, ഒരു വശം. ഈ കിട്ടിയ പൈസ അവരെ എങ്ങനെ വെളുപ്പിക്കും? പ്രത്യേകിച്ച് എല്ലാം ഡിജിറ്റലാണ് മാഡം, ഇതാണൊരു പ്രശ്നം. പൈസ കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ എല്ലായിടത്തും ഡിജിറ്റലാക്കുന്നു, GST സംതിങ്. അപ്പോൾ ഇത് വെളുപ്പിച്ചേ പറ്റൂ. എങ്ങനെ വെളുപ്പിക്കും? കണ്ടുപിട്ടുന്ന ഒരു ഉപാധിയാണ് സിനിമ എന്ന് പറയുന്നത്. പക്ഷേ ആ സിനിമയുടെ അതാണ് ഞാൻ പറയുന്നത്, 10 ലക്ഷം ചിലവാക്കിയ നിങ്ങൾക്ക് വേണമെങ്കിൽ 10 കോടി എന്നിട്ട് കണക്ക് കാണിക്കാം. അടിയിൽ സൈനും ചെയ്തിട്ടുണ്ട്. വഴി ഇതൊക്കെ ചെയ്യാൻ കുറച്ച് ഈസി ആണെന്നല്ലേ പറയുന്നത്. അതാ ഞാൻ പറയുന്നത്. ഇപ്പം എൻ്റെ സിനിമയിൽ 1000 ക്രൗഡുണ്ട്, 1000 പേർക്ക് ഞാൻ പൈസ കൊടുക്കുന്നു. ഒറ്റയടിക്ക് വെളുപ്പിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. 500 രൂപ കൊടുത്തു. ഇപ്പം പോയതിന് ശേഷം ഞാനൊരു 0 ചേർത്തിയാൽ അത് ഈസിയാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇങ്ങനെ നടക്കുന്നു എല്ലാ സിനിമയിലൊന്നും അല്ല. സിനിമയിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ ഈസിയാണ്. അതുകൊണ്ടാണ് കിട്ടാത്ത കോടികൾ കിട്ടിയെന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് അതിന് ശേഷം നിങ്ങൾക്ക് നോക്കിയറിയാം, ഈടെയായിട്ട് 100 കോടി ഒന്നും എത്തുന്നില്ല. ED അന്വേഷണം തുടങ്ങിയതിന് ശേഷം നിങ്ങളൊന്ന് വെറുതെ ചിന്തിച്ച് നോക്ക്, അതിനുശേഷം എന്താ ഒരുപാട് 100 കോടി എത്താത്തത്? ഞാൻ പറയുന്നത് ഇനി എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ED ഒക്കെ ഒന്ന് തിരിച്ചു പോകണം, അതിന് ശേഷം വീണ്ടും കാണും. ഇപ്പോൾ അതുകൊണ്ട് സിനിമേൻ്റെ പോസ്റ്ററൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പണ്ട് 2 ദിവസം കൊണ്ട് 50 കോടി, 3-ാം ദിവസം 75 കോടി, 4-ാം ദിവസം ഇങ്ങനെയായിരുന്നു. 2-ാം വാരം 3-ാം വാരം ഒന്നുമില്ല, അതൊക്കെ ഔട്ടായിരുന്നു. പക്ഷേ ഈടെയായിട്ടൊക്കെ 40-ാം ദിവസം 30-ാം ദിവസം ഇതൊക്കെ പണ്ട് കേട്ടതാണ് അല്ലേ? ഈ അടുത്ത കാലത്ത് വെറും കോടികൾ മാത്രമേ 500 കോടി 250 കോടി എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങി. ഞാനിപ്പോൾ നിങ്ങളെ ഈ പരിപാടിക്ക് വരുമ്പോൾ ഞാൻ കുറച്ച് പോസ്റ്റർ, നന്നായി ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമേൻ്റെ പോസ്റ്ററിൽ 15-ാം ദിവസം 25-ാം ദിവസം, ഇത് കുറേ മുമ്പ് നമ്മൾ കേട്ടതാണ്. ഈടായിട്ടൊന്നും നമ്മൾ ഈ ദിവസങ്ങൾ കേൾക്കില്ല, ഇപ്പം അതിലേക്ക് മാറി. അതെന്താ ഇപ്പോഴത്തെ ഹിറ്റാകുന്ന പടങ്ങളൊന്നും 100 കോടി എത്തുന്നില്ലേ? കാരണം ഇപ്പോൾ അന്വേഷണം വരുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷെ ഇത് എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല. വിഷയം നിങ്ങൾ ആ ലെവലിലുള്ള ആളായിരിക്കണം, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള തിയേറ്ററുകൾ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരായിട്ട് അത്രയും ബന്ധങ്ങൾ. ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ സന്തോഷ് പണ്ഡിറ്റിനോട് നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, ഈ പറയുന്ന വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നവർ ഇതിനുള്ള മറുപടികൾ കൊടുക്കുന്നില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് സന്തോഷ് പണ്ഡിറ്റിന്റെ കയ്യിൽ നിന്നും മറുപടികൾ കിട്ടുമെന്ന് നമുക്ക് തോന്നുകൊണ്ടിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക്. അതെ, തീർച്ചയായിട്ടും. അല്ലാതെ ഞാൻ പറയുന്നത് ഒന്ന് കഞ്ചാവിൻ്റെ ഇഷ്യൂലും ഇതില്ല, അല്ലെങ്കിൽ ഒരു ന്യൂ ജനറേഷൻ പറയണ്ടേ? നിങ്ങളെ പേര് വെച്ച് വരുമ്പോൾ അങ്ങനെയില്ല, അത് അയാളുടെ കൺഫ്യൂഷനാണ്. അയാൾ ബോധപൂർവ്വം എൻ്റെ മാനം കെടുത്താനാണെന്ന് എന്തുകൊണ്ടാണ് അവർ പറയാത്തത്? അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും ഇപ്പോൾ എൻ്റെ പല പോസ്റ്റുകൾ നിങ്ങൾ എടുത്തു നോക്കും. ഞാൻ മദ്യത്തിനെതിരെയും കഞ്ചാവിനെതിരെയും അറ്റ്ലീസ്റ്റ് ഞാൻ ചില ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിൽ ഇടുന്നുണ്ട്. ഈ പറയുന്ന ആരെങ്കിലും ഒരു പോസ്റ്റ് ഇന്നവർ ഇട്ടിട്ടുണ്ടോ? സിനിമ പോട്ടെ, ഇപ്പോൾ പല സിനിമകളിലും കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് പറഞ്ഞു. അതിലേതെങ്കിലും ഒരു നടൻ അത് പറഞ്ഞോ ഇതെനിക്കെതിരെ വെറുതെ പറഞ്ഞതാണെന്ന്? ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ഉണ്ടോ? നിങ്ങൾ പ്രസ് മീറ്റ് വിളിച്ച് പറഞ്ഞോ? ഒരു പ്രസ് മീറ്റ് വിളിച്ച് പറയണ്ടേ, ഇത് അനാവശ്യമായിട്ട് എൻ്റെ സിനിമ വിജയിച്ചപ്പോൾ എനിക്കെതിരെ പറയുന്നതാണ്, ഞാനൊരു കള്ളപ്പണം വെളുപ്പിച്ചിട്ടില്ല, ഈ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എനിക്കെതിരെ കേസ് കൊടുക്കുന്നു. അവൻ ബോധപൂർവ്വം പറഞ്ഞു. ഇവൻ ആര്? ഇവൻ എന്ത് തന്നു പറഞ്ഞോ? മട്ടാഞ്ചേരി മാഫിയ നിങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ സിനിമ അങ്ങനെയല്ല, ഞങ്ങൾ നായർ നമ്പൂതിരി ഭാഗത്തെ മോശമാക്കുന്നത് ബൈ ചാൻസ് സംഭവിച്ചാണ് എന്ന് ഏതെങ്കിലും ഒരുത്തം പറഞ്ഞോ? പ്ലസ് ഈ വിവാദങ്ങൾക്ക് ശേഷം എന്തേ ഒരു സിനിമയും 100 കോടി എത്താത്തത്? ഹിറ്റ് സിനിമകൾ പോലും ഇപ്പം 100 എത്തുന്നില്ല. എല്ലാവരും റിയലിസ്റ്റിക് കണക്കിലേക്ക് എത്തി. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ മലയാളികളുടെ ഇടയിൽ ഒരു വ്യത്യസ്തമായ രീതിയിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ്. അപ്പോൾ വിക്കിപീഡിയ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കാണാൻ പറ്റുന്നത് ഈ പറയുന്ന ഫിലിം നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ക്യാമറ അല്ലാത്ത മറ്റെല്ലാ മേഖലകളും കൈകാര്യം ചെയ്യുന്ന ആളാണ് സന്തോഷ് പണ്ഡിറ്റ്. പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് പേജ് നോക്കുമ്പോൾ അതിൽ കാണുന്നത് കൂടുതലും ചാരിറ്റി പ്രവർത്തനങ്ങളാണ്. ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ സംസാരിക്കപ്പെടേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ താങ്കൾ ചെയ്യുന്ന ചാരിറ്റികൾക്ക് മെയിനായിട്ട് വരുന്ന ആ ഒരു, എനിക്ക് തോന്നുന്ന ആ ഒരു ഇൻകം സോഴ്സ്
പൊതുവെ അതിപ്പം ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു ജോബ് ഉണ്ടായിരുന്നിട്ടുള്ളത് അത് ഈ ഒരു ഫിലിമിനോടുള്ള താല്പര്യം കൊണ്ടിട്ട് റിസൈൻ ചെയ്യുകയാണ്. അതിനുശേഷം കംപ്ലീറ്റ്ലി ഈ ഒരു ഫിലിം എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. ബഡ്ജറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിട്ട് തന്നെ ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ഇടക്കാലം കൊണ്ടിട്ട് ഒരു ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. എങ്കിൽ പോലും ചാരിറ്റികൾ നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എങ്ങനെയാണ് അത് പറ്റുന്നത്? ആ ഒരു സോഴ്സ് എന്താണ്? ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, എൻ്റെ ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാലും എന്നോടിപ്പോൾ ഇന്നൊരു പരിചയമില്ലാത്ത ഒരാൾ പറഞ്ഞാൽ ഐ ആം എ ഡയറക്ടർ, ഞാൻ അങ്ങനെ പറയാറില്ല. ഞാൻ നടനാന്ന് പോലും ആ ഒരു ലേബലിൽ അറിയാനാണോ താല്പര്യം? എനിക്കിഷ്ടം. കാരണം വെച്ചാൽ ഡയറക്ടർക്ക് കുറച്ചുകൂടെ ബുദ്ധിപരമായ അറിവ് ആവശ്യമുണ്ട്. ഒരു നടനോ നടിക്കോ അല്ല ഞാൻ പറഞ്ഞ ബുദ്ധിപരമായ അറിവ് ആവശ്യമുണ്ട്. ഒരു നടനോ നടിക്കോ ബുദ്ധിപരമായ അറിവിൻ്റെ ആവശ്യമില്ല. നടനോ നടി മണ്ടന്മാരാണെന്നല്ല, പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. കാരണം ക്രിയേറ്റീവ് വേണമല്ലോ. ഒരു ദിവസം 5 സീനാണ് എടുക്കുന്നതെങ്കിൽ ഒരു നടൻ ഒരു സീനുള്ളെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അയാൾക്ക് പോകാം. ഡയറക്ടർക്ക് പോകാൻ പറ്റില്ല. അല്ല ഇന്ന് എൻ്റെ ഷൂട്ടില്ല, അയാൾക്ക് റെസ്റ്റ് എടുക്കാം. AI വരെ സിസ്റ്റം നിലനിൽക്കുന്ന നാട്ടിൽ നിങ്ങളാണ് നായികയെങ്കിൽ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഗ്രാഫിക്കലി ചെയ്യാം. ശരിയല്ലേ? അപ്പം നടനോ നടിക്കോ അതുണ്ട്. ഇപ്പം നിങ്ങളുടെ സൗണ്ട്സ് അത്ര ശരിയല്ല, നിങ്ങളൊരു കന്നഡ മാത്രം അറിയുന്ന വ്യക്തിയാണ്, എനിക്ക് വേണമെങ്കിൽ വേറെ ആളെ കൊണ്ട് ഡബ് ചെയ്യിക്കാം. സംവിധായകൻ അങ്ങനെ അല്ല, വേറെ ആളെ വെക്കാൻ പറ്റില്ല. എനിക്ക് പറ്റില്ല, നീ ഇന്നാണോ നോക്കുന്നത്, അയാൾ മനസ്സിലുള്ളതാവണമെന്നില്ല അവൻ ചെയ്തു വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഫേസ്ബുക്കിലും ഞാൻ എവിടെയെങ്കിലും ഞാനൊരു മനുഷ്യ സ്നേഹിയാണ്, ഞാനൊരു ചാരിറ്റി ചെയ്യുന്ന വ്യക്തിയാണെന്ന് ഇവിടെ പലരും പറയാറുണ്ട്, കാരുണ്യം ചെയ്യുന്നവൻ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറയാറുണ്ട്. ഞാൻ എവിടെയെങ്കിലും എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ നോക്കി നോക്ക്. എവിടെ പറയുമ്പോഴും എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ എവിടെയും പറയുന്നുണ്ടോ ഞാനിങ്ങനെ ചാരിറ്റി ചെയ്യുന്ന വ്യക്തിയാണെന്ന്? ഇല്ല, ഫേസ്ബുക്കിൽ കാണുന്ന വീഡിയോസിലേ ഉള്ളൂ, അല്ലാതെ അതിൽ എന്നെ പണ്ടിട്ട് ഒരു ചാരിറ്റി ചെയ്യുന്ന ആളാണെന്ന് താങ്കൾ തന്നെ ലേബൽ ചെയ്തു എന്നല്ല അല്ല ഞാൻ പറയുന്നത്. അല്ല, പക്ഷെ മറ്റു പലരും അങ്ങനെ പറയാറുണ്ട്. അവരെ ആ ടാഗ് ലൈൻ തന്നെ മനുഷ്യത്വത്തിന് വേണ്ടി ജീവിക്കുന്നവർ, അങ്ങനെ മനുഷ്യനെ വേണ്ടി ജീവിക്കുന്നവർക്കൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ കാണാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും ഇത് ശരിക്കും മറ്റുള്ളവരാണ് നമ്മളെക്കുറിച്ച് പറയേണ്ടത്, നമ്മളല്ല. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ചാരിറ്റിക്ക് വേണ്ടി നമുക്ക് ഫണ്ട് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വർഷത്തിലൊരു സിനിമയേ ഉള്ളൂ. അപ്പം ആദ്യ സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു, എല്ലാവർക്കും അറിയാം. പിന്നെ മുതൽ എനിക്ക് ശരിക്കും ആവറേജിലാണ് പോയത്. എനിക്ക് നഷ്ടം കൈകൊള്ളുന്നൊന്നുമില്ല, ഇങ്ങനെ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ ലാഭമാണ് ഒരു ഇത് വരുന്നത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇനോഗ്രേഷൻസ്, നമുക്ക് ഇതേപോലുള്ള ഓൺലൈൻ ഇൻ്റർവ്യൂസ് എന്നൊക്കെ കിട്ടുന്ന വരുമാനം എടുത്തിട്ടാണ് ബാക്കി ചാരിറ്റി ചെയ്യുന്നത്. അവിടെയും ചാരിറ്റി ചെയ്യുന്നു എന്ന് പറയുമ്പോഴും സന്തോഷ് പണ്ഡിറ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ കുട്ടികളെ പഠിപ്പിക്കുക, മനസ്സിലായില്ലേ? കുട്ടികളെ പഠിപ്പിക്കാനും ഭീകരമായ പഠിപ്പിക്കലൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബുക്കായാലും ബാഗായാലും ചെറിയ ഫീസ്, പിന്നെ 1-2 കുട്ടികളല്ലല്ലോ, 100 കണക്കിന് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരു മനുഷ്യൻ അങ്ങനെയല്ലേ പറ്റൂ. നിങ്ങളൊരു കുട്ടിയെ പഠിപ്പിക്കുന്നവളല്ലല്ലോ. ഇപ്പോൾ തന്നെ ഈ പരിപാടി കാണുന്നവർക്ക് 2 മക്കളല്ലെങ്കിൽ ആ 2 മക്കളെ പഠിപ്പിക്കാൻ നിങ്ങൾ എത്ര ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ 100 കണക്കിന് കുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന സന്തോഷ് പണ്ഡിറ്റ് എത്രമാത്രം മുറുകണം എന്നൊന്ന് വെറുതെ ആലോചിച്ചാൽ മതി. അപ്പോൾ ചെറിയ രീതിയിലാരും ചെയ്യുന്നു. പിന്നെ ഈ ആത്മഹത്യയുടെ വക്കിൽ നിന്നെടുക്കുന്ന സ്ത്രീകൾക്ക് പശുക്കുട്ടി, കോഴിക്കുട്ടി, ആട്ടുംകുട്ടി, അതായത് തയ്യൽ മിഷൻ, സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ, അല്ല ആണായാലും പെണ്ണായാലും അവരുടെ അവസ്ഥ മനസ്സിലാക്കുന്നു. നമ്മളിങ്ങനെ ഒരാൾ എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിക്കുക, ഇതാണ് സന്തോഷ് പണ്ഡിറ്റ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രളയം പോലത്തെ സാധനങ്ങൾ വരുമ്പോൾ, പെട്ടെന്ന് പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ വീട് തകർന്നു, ഇപ്പോൾ ഇന്നാണെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു വീട് തകർന്നിരുന്നു. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ട, അതും വീടുണ്ടാക്കി കൊടുത്തിട്ടില്ല, സന്തോഷ് പണ്ഡിറ്റ് ഷീറ്റും പൈപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ, ഒരു താൽക്കാലിക ആശ്വാസം അത്രയും ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ അംബാനിയുടെ മോനൊന്നുമല്ലല്ലോ, എനിക്ക് അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ എന്നോട് പല ആളുകളും ശരിക്കും പൈസയൊക്കെ ചോദിക്കാൻ ഞാൻ പറയും, മോളെ അല്ലെങ്കിൽ മോനെ പൈസ ചോദിക്കേണ്ട, തരൂല. 5 രൂപ ചോദിച്ചു, ചേട്ടാ എനിക്ക് വിശക്കുന്നു. അതേപോലെ പലരെയിൽ നിന്നും 5 രൂപ കിട്ടിയിട്ട് വേണം ഒരു ഊണ് കഴിക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറയും, നിനക്ക് ഞാനൊരു ഊണ് നിനക്ക് ഇഷ്ടമുള്ളൂ കഴിച്ചോ, ഊണെന്നല്ല പൈസ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും 5 രൂപയിൽ കൂടിയില്ലേ, സാരമില്ല. അതിനു വേണ്ടി അവൻ വേറെ ആളെ മുന്നിൽ കൈ നീട്ടണ്ട. ഞാൻ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഞാനൊരു തയ്യൽ മെഷീനാണ് വാങ്ങി തരുന്നെങ്കിൽ ആ തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുക്കുക എന്നുള്ളൊരു കാര്യം കംപ്ലീറ്റ് ചെയ്യണം. അതിൽ പിന്നെയും ഞാൻ പണി വെച്ച് അല്ല, അതേപോലെ അപ്പോൾ ചെറിയൊരു കാര്യം ആയിക്കോട്ടെ, ആ ചെയ്യുന്നത് നിങ്ങളൊരു ബാത്റൂം ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ടി അയാൾ ഇനി വേറെ ആളെ മുന്നിൽ കൈ നീട്ടാൻ കഴിയുന്നതും. പിന്നെ ലേബർ ചാർജ് പോലുള്ള സാധനങ്ങൾ അത് ആ വ്യക്തി തന്നെ നോക്കണം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങളുടെ കൂടി ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങളുടെ വീട്ടിൽ, സ്വന്തം വീട്ടിലേക്കാണല്ലോ, മനസ്സിലല്ലേ? അപ്പോൾ കോൺട്രിബ്യൂഷൻ വേണം. സന്തോഷ് പണ്ഡിറ്റ് കുട്ടിയെ പഠിപ്പിക്കുന്നേ ഉള്ളൂ, സാധനങ്ങൾ വാങ്ങിച്ചു പഠന ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. പഠിക്കുക എന്നുള്ളത് ആ കുട്ടി ചെയ്യണം, നോട്ട് ദ പോയിന്റ്.
സന്തോഷ് പണ്ഡിറ്റ് പശുക്കുട്ടിയെ വാങ്ങിച്ചു കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ഈ ആടിനെയൊക്കെ കൊടുക്കുമ്പോൾ ഒരു ആണും പെണ്ണും ആടും കൊടുക്കും. അപ്പോൾ ഇത്രയേ കൊടുക്കുന്നുള്ളൂ. ഇതിനെ വലുതാക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ആ വ്യക്തിയാണ്. സന്തോഷ് പണ്ഡിറ്റ് തയ്യൽ മെഷീനേ കൊടുക്കുന്നുള്ളൂ. അടുത്ത വീടുകളിൽ പോയി തുണി കളക്ട് ചെയ്ത് ബ്ലൗസോ ചുരിദാറോ ഷർട്ടോ അടിച്ച് പൈസയാക്കേണ്ടത് ആ സ്ത്രീയാണ്. സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്ന ഏത് കാര്യം എടുത്താലും കണ്ടെത്തി കൊടുക്കുന്നു. അവരുടെ കൂടി ഇൻവോൾവ്മെൻറ്റിലാണ് ഒരു കാര്യം നടക്കുകയുള്ളൂ. ഏത് ചാരിറ്റി എടുത്താലും നിങ്ങൾക്ക് ജനറലി ഒരു സ്വഭാവമുണ്ട് സന്തോഷം ചെയ്യുന്നതിൽ. പണം കൊടുക്കുന്നില്ല, അപൂർവമായിട്ടൊക്കെ കൊടുക്കാറുണ്ട്, എന്നാലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അത് തന്നെ അവരുടെ കൂടി ഇതിൽ വേണം. അതിനെ വിലയുണ്ടാവും. നിങ്ങൾ ഒരാൾക്ക് വെറുതെ ഫ്രീ ആയിട്ടൊരു വീടുണ്ടാക്കി കൊടുത്ത ഒരു വിലയും ഉണ്ടാവില്ല. അവർ പറയും ആ ഹോളിൻ്റെ സൈസ് കുറവാണ്, എന്തെങ്കിലും കുറ്റവും കുറവും കണ്ടും പിടിക്കും. എല്ലാവരും അല്ല, ചില ആളുകൾ. അതേസമയം ഞാൻ പറയുന്നത് നിങ്ങൾ സാധനം വാങ്ങിച്ചു കൊടുക്കാം. ചേട്ടാ ലേബറൊക്കെ വിളിച്ച് ചെയ്തോ, അതിനെ പൈസയോ അത് നിങ്ങൾ എവിടെയും കണ്ടെത്തണം, കഷ്ടപ്പെടട്ടെ, സ്വന്തം വീടല്ലേ. ഞാൻ പറഞ്ഞു തെറ്റുണ്ടോ? അങ്ങനെയുണ്ട്. ഒരു പെൺകുട്ടിയെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തു, അയ്യോ ചിലരുടെ ലൈവാണ്, കുട്ടിക്ക് 50 പവൻ കൊടുക്കാമെന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടോ, പക്ഷേ ഇപ്പം ആകെ ബുദ്ധിമുട്ട്, അച്ഛൻ്റെ ആകെ 5 പവനേ ഉള്ളൂ, ഞാൻ ഈ ലൈവിൽ വന്ന് എല്ലാവരും പൈസ അയക്കും. അപ്പോൾ എല്ലാവരും അയ്യോ കുട്ടിയുടെ കല്യാണം മുടങ്ങുമോ. നിങ്ങളെന്താണ് സ്ത്രീധനത്തെ പ്രൊമോട്ട് ചെയ്യണോ? ഞാൻ ചോദിച്ചു തെറ്റുണ്ടോ? 5 പവനേ ഉള്ളൂ. ഈ അച്ഛൻ എന്ന് ആദ്യം അറിഞ്ഞുകൂടെ 5 പവനേ ഉള്ളൂ എന്ന്? എനിക്ക് 5 പവനേ തരാൻ പറ്റും. അല്ല പക്ഷേ അവൻ നല്ല ഉദ്യോഗസ്ഥനാണ്, അപ്പോൾ ചിലപ്പോൾ അയാൾ എങ്ങനെയെങ്കിലും ഒപ്പിക്കാമെന്ന് കരുതി ഇപ്പോൾ ഒപ്പിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ളവൻ എന്തിനാണ് ഈ പെൺകുട്ടി കല്യാണം കഴിക്കുന്നത്? ഈ പെൺകുട്ടിക്ക് 5 പവൻ എന്നല്ല, 1 പവൻ ഇല്ലെങ്കിൽ പോലും ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കപ്പെടാൻ ആണുങ്ങൾ റെഡിയാണ്. ഇവിടെ പലർക്കും പെണ്ണേ കിട്ടുന്നില്ല. ആ നാട്ടിലാണ് ഒരുത്തൻ 50 പവൻ ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് ഭീഷണിപ്പെടുത്തുമ്പോൾ ഇവന് വേണ്ടി കയ്യും കാലും പിടിച്ച് ലൈവിൽ പൈസ ഇട്ട് നിങ്ങൾ കൊടുക്കുന്നു. ഇതൊക്കെ അവന് വല്ല വിലയുണ്ടാവുമോ? ആ പെൺകുട്ടിക്ക് വല്ല വിലയുണ്ടാവും? അല്ല, നിങ്ങൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇതല്ലേ കുറച്ചുകൂടി നമ്മുടെ ചാരിറ്റി എന്താണ് വേണ്ടത്? അവരുടെ കൂടി ഇൻവോൾവ്മെൻറ്റ്. ഒരു കുറച്ച് ഭിന്നശേഷിയായിട്ടുള്ള ഒരാൾ എന്നെ ഫോൺ ചെയ്യാണ്, സാർ പൈസ തരൂ. ഞാൻ പൈസ പരിപാടിയില്ല, ഒക്കെ പ്രൂവ് ചെയ്തു ഇയാളിങ്ങനെ ആണെന്ന് പറഞ്ഞു. സാർ എനിക്കധികം മൂവ് ചെയ്യാൻ പറ്റുന്നില്ല സാർ. ഞാൻ പറഞ്ഞു മൂവ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ കുട നിർമ്മാണം, അങ്ങനെ പേന നിർമ്മാണം, അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് തന്നെ ചന്ദനത്തിരി നിർമ്മാണം, അതിനിപ്പോൾ കയ്യും അല്ല ചെയ്യാമല്ലോ. അപ്പോൾ ഇയാളല്ലേ സാർ അത് മാർക്കറ്റിങ് ബുദ്ധിമുട്ടും. ഞാൻ മാർക്കറ്റ് ചെയ്ത് തരാം, എൻ്റെ ഉത്തരം. ഇയാൾ വിട്ടു. പിന്നെ അയാൾ വിളിക്കുന്നില്ല. അല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ മലയാളികൾക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? വേർപ്പിൻ്റെ അസുഖമാണോ? ഞാൻ അയാളെ പറഞ്ഞതല്ല. അപ്പോൾ ഇനി വളരെ ചുരുങ്ങിയ ഒരു ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഈ കഴിഞ്ഞ ഇത്രയും നാളുകളിൽ ഈ മൂവികൾ എടുത്തതിൽ നിന്ന് ഈ പറയുന്ന ഒരു ക്യാമറ മാത്രം ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടില്ല, ബാക്കി എല്ലാ ഫീൽഡും കൈകാര്യം ചെയ്യുന്നത് അഭിനയിക്കുന്നതുകൊണ്ടാണ്. ഓ ആണ്. അപ്പൊ ഇനി ഒരു ക്യാമറയിലേക്കും കൂടെ വേറെ ആളാണ് നായകനെങ്കിൽ സംഭവിക്കാം. വേറെ ആളാണ് നായകനെങ്കിൽ സംഭവിക്കണം എന്നില്ല. എനിക്ക് കുറച്ചും കൂടെ സത്യം പറഞ്ഞാൽ വേറെ ആളെ വെച്ചിട്ട് എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അപ്പോഴാണ് ഒരു ക്രിയേറ്റർ എന്ന രീതിയിൽ എനിക്ക് കുറച്ചും കൂടെ ഫ്രീഡം കിട്ടുക എവിടെയാണ്. കാരണം ഡയറക്ടർ ആകുമ്പോഴാണ് നമുക്ക് നമ്മളെ മൈൻഡിലുള്ളത് കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ 12 വർഷത്തിൽ ഞാൻ അനുഭവിക്കുന്നൊരു പ്രശ്നമുണ്ട്. എൻ്റെ അഭിനയം കറക്റ്റാണോ എന്ന് പറയാൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആരും വെച്ചിട്ടില്ല. ഞാനൊരു ഭൂലോക പിശുക്കനായതുകൊണ്ട് ഞാൻ ആരോടും വെച്ചിട്ടില്ല. ഞാനും ക്യാമറമാനും മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എൻ്റെ അഭിനയം ബാക്കിയുള്ളവർക്ക് പോട്ടെ, എനിക്കത് കൃത്യമായി സന്തോഷ് സാറേ ഒന്നുകൂടെ പറയുമോ ശരിയായില്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞപ്പോൾ ഒരു വീട് തെറ്റിയിട്ടോ, ഇങ്ങനെ പറയാൻ എനിക്കൊരാളില്ല. മേ ബി ക്രിട്ടിക് ചെയ്യാൻ പറ്റാത്തതിലപ്പുറമായിരിക്കാം. ഞാൻ ആളെ വെച്ചിട്ടില്ല. ആകെ ഞാനും ക്യാമറമാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അത്തരത്തിലുള്ള മൂവികൾ ഞങ്ങൾക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് വ്യൂവേഴ്സിന് കിട്ടട്ടെ എന്ന് തന്നെ. പക്ഷേ നിർമ്മാതാവിനെ കൂടെ കിട്ടട്ടെ എന്നാണ് പറയേണ്ടത്. സന്തോഷ് പണ്ഡിറ്റിന് ഒന്നും ചെയ്യാനില്ല. അങ്ങനെയുള്ളൊരു നിർമ്മാതാവ് കിട്ടണം. ഇവിടെ കുറേ കൂതറ പടങ്ങൾ എടുക്കുന്നു, അല്ല അങ്ങനത്തെ ആളുകൾക്കേ കിട്ടുന്നുണ്ട്. നമ്മുടെ സത്യം അത് എനിക്ക് കുറേ നിർമ്മാതാക്കൾ വന്നിരുന്നു. പക്ഷേ സന്തോഷ് സാറെ ഞാൻ എത്ര പൈസയും മുടക്കാം, നിങ്ങളുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കുന്നു. വെച്ച പൈസ കിട്ടുമോ? 1 രൂപ പോലും തിരിച്ചിട്ടണം നിർബന്ധമില്ല. ഇറ്റ് ഡിപ്പെൻസ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിർമ്മാതാവ് പാലും പൊക്കിയോടും. ഞാൻ എന്താണ് പിന്നെ പറയേണ്ടത്? ലാഭമാവുമെന്ന് ഞാൻ എങ്ങനെ പറയും? ഇവിടുത്തെ സൂപ്പർ താരങ്ങൾ അഭിനയിച്ച സിനിമയെ 8 നിലയിൽ പൊട്ടുന്നു. പിന്നെയാണോ ഈ മനുഷ്യനൊരു സന്തോഷ് പണ്ഡിറ്റിനെ വെച്ചെടുത്ത പടം വിജയിക്കുന്നു ഞാൻ എങ്ങനെ പറയും? പക്ഷെ അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നതല്ല. നിങ്ങൾ 1 കോടി മുടക്കും സാർ, 100 കോടിയെ ഞാൻ തിരിച്ചു തരാം എന്ന കളമാണ് ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടത്. കുറേ വിഡ്ഢികളായ നിർമ്മാതാക്കൾ, എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത്. അവരവിടെ ഇവിടേക്ക് പോയി തലവെക്കുന്നു, ഇവരെ കൃത്യമായ ഒരു ഭാഗം ആൾക്കാർ ചൂഷണം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവർക്ക് ചില അജണ്ടകൾ വെച്ചുകൊണ്ട് പൈസ ഇടുന്നു, ചിലർക്ക് ഈ പൈസ എന്ത് ചെയ്യണം എന്നറിയാതെ വരുന്നു. ഇങ്ങനെയുള്ളവരെ കറക്റ്റ് ചെയ്യുന്നു. മറിച്ച് പല നടന്മാരും അവർ ചെയ്ത സിനിമകൾ 95% ഹിറ്റാണ്.
ഒരു നടൻ അയാൾ തന്നെ നിർമ്മിക്കുമ്പോൾ എൻ്റെ മനസ്സ് പറയാറുണ്ട് ഇത് കൈകൊള്ളില്ല. നിങ്ങളെടുത്ത് നോക്കൂ. നിങ്ങൾ കൊറിയൻ സിനിമയെക്കുറിച്ച് സംസാരിക്കും, നിങ്ങൾ ഇംഗ്ലീഷ് സിനിമയെക്കുറിച്ച് സംസാരിക്കും, നല്ല കാര്യമാണ്. നിങ്ങൾ മലയാള സിനിമയിൽ എന്താ നടക്കുന്നു കൂടെ ഒന്ന് റിസർവ് ചെയ്യുന്നത് നന്നാവും, റിസർച്ച് ചെയ്യുന്നത് നന്നാവും. ഒരു സൂപ്പർ സ്റ്റാർ, ഏത് സൂപ്പർ സ്റ്റാർ ആയിക്കോട്ടെ, ആ വ്യക്തി നിർമ്മിക്കുന്ന 95% സിനിമകൾ വിജയിക്കാറുണ്ട്. അയാൾക്ക് ബോധമുണ്ട്. അയാൾ കറക്റ്റ് എഴുതി തീർത്ത സ്ക്രിപ്റ്റിലാണ് ചെയ്യുന്നത്. അയാളെ സെറ്റിൽ കള്ളും കഞ്ചാവൊന്നുമില്ല. അയാൾ പരമാവധി 15 ദിവസം 20 ദിവസം കൊണ്ട് തന്നെ വർക്ക് തീർക്കും. അയാളെ സിനിമയിൽ അധികം തല്ലില്ല, അയാളെ സിനിമയിൽ അധികം പാട്ടില്ല, അയാളെ സിനിമയിൽ അധികം ക്രൗഡ് സീനില്ല. അയാൾക്കറിയാം പൈസ പോകുന്നത് ഇതിലൊക്കെയാണ്. ബുദ്ധിപൂർവ്വം ചെയ്യുന്നു. ഇതേ നടൻ വേറൊരു നിർമ്മാതാവിൻ്റെ പടത്തിൽ വരുമ്പോൾ 50% എങ്കിലും 8 നിലയെ പൊട്ടും. കാരണം അത് നിർമ്മാതാവിൻ്റെ കുറ്റമല്ലേ? അല്ല, ഇങ്ങനെയും ഒരു പെർസെപ്ഷനുണ്ട്. ഓക്കെ, പരിചയപ്പെട്ട സന്തോഷം. എല്ലാവരും പുതിയ സിനിമ കേരള ലൈവാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം. ഓക്കെ, സന്തോഷ് പണ്ഡിറ്റിനെ പോലെ ഒരു വ്യക്തിയെ നമുക്ക് ഇവിടെ മൂവി വേൾഡിലേക്ക് കിട്ടിയതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ വാല്യുബിൾ ആയിട്ടുള്ള സന്തോഷ് പണ്ഡിറ്റിൻ്റെ മൂവീസ് ഇനിയും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്.